പുതിയ ഈവനിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ആൻഡ്രോസിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ആൻഡ്രോസിന് ഇപ്പോഴും പനി തന്നെയാണ്. ഇരിക്കണ ഇരിപ്പ് കണ്ടോ, കുട്ടിയാകെ പകുതിയായിപ്പോയി. അർണോസിന് പിന്നെ എനർജി കൂടുതലുള്ള പ്രശ്നം തന്നെയുണ്ടോ. അർണോസിന് സ്കൂളിൽ കൊണ്ടായിരുന്നു. അർണോസിന്റെ സ്കൂളിലത്തെ വിശേഷം പറയും. ഞാൻ പറയും സ്കൂളിലത്തെ വിശേഷം പറയും. നമുക്കറിയില്ല, അർണോസിനെ ഡിറ്റക്ഷൻ എടുത്തു. വെരി ഗുഡ് മേടിച്ചിട്ടാണ് വന്നിരിക്കുന്ന ആള്. എല്ലാം ശരിയാണ് അല്ലേ? ഒന്നും തെറ്റിയിട്ടില്ല. ആള് നുണ പറഞ്ഞിട്ട് വന്ന ഒന്നും കിട്ടി, എല്ലാം തെറ്റിന്ന് പറഞ്ഞിട്ട് വന്ന. ഞങ്ങളെ പറ്റിക്കാനേ അർണസിനെ പറ്റിക്കൽ ഇച്ചിരി കൂടുതലാ. ഞങ്ങളെ നേടിയിരിക്കുന്നേ. എന്നിട്ട് നോക്കി വന്നപ്പോ എന്തായി, ഫുൾ മാർക്ക് അർണസിന്. വെരി ഗുഡൊക്കെ ടീച്ചർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാറും. പണ്ടൊക്കെ 3 സ്റ്റാർ ഉണ്ടായിരുന്നു. ആനേനെയും കൊടാനൊക്കെ വരച്ചു കൊടുത്തിരുന്നു ചെറിയ ക്ലാസ്സില്. ഇപ്പൊ വലുതായപ്പോ അർണസിന് 1 സ്റ്റാറൊക്കെ ആയി. ഇനി ടിക്ക് മാർക്ക് ഉണ്ടാവുമ്പോ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാറൊക്കെ ഇല്ലാണ്ടാവും. അർണസൻ അർണസിന്റെ പല്ല് പോയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. മോഡലത്തെ പല്ല് പോയിട്ട് കുറച്ച് കാലമായി, ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ഡോക്ടർ മനുഷ്യന് വരുന്നുണ്ട്. 1 കൊല്ലാവാറായി അർണസിന്റെ പല്ല് പറിച്ചിട്ട്. ആദ്യത്തെ പല്ല് പറിക്കുന്ന വീഡിയോ ഞാൻ കിട്ടുന്നുണ്ടായിരുന്നു. 1 പല്ല് ഇറക്കിയ ഇത്രയ്ക്ക് ആളുകൾ ചോദിച്ചിട്ട്. ഒരു കല്യാണത്തിന്റെ തലേദിവസമായിരുന്നു പോയിട്ട് പറിച്ചത്. കുറെ പേരുണ്ടായിരുന്നു. എന്ത് അർണസിന്റെ പല്ല് പറിക്കാനൊക്കെ. അങ്ങനെ ഒരു വലിയ സംരംഭമായിട്ടാണ് അർണസിന്റെ പല്ല് പറിച്ചത്. ആൻഡ്രോസിന്റെ പല്ല് പോയിട്ടില്ലേ? ആൻഡ്രോസിന്റെ പല്ല് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 5 വയസ്സായി. 6 വയസ്സിൽ പോകും. ഇനി പോവില്ലേ? ആമയുടെ പോയിണ്ടാവും. ശരി, സമ്മതിച്ചു കൊടുക്ക. കുടുംബകല്യാണം ഉണ്ടാകാൻ നോക്കണ്ട. അർണസിന് ഇന്നലത്തെ കോമഡി വീഡിയോ ഭയങ്കര കോമഡി ആയിരുന്നു. ബാക്കി എല്ലാവർക്കും ട്രാജഡിയായിട്ട് തോന്നിയതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ നമ്മളെ യൂട്യൂബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂട്യൂബേഴ്സ് എന്തായി മാറണം, ഹൈലി മോട്ടിവേറ്റഡ് ആവണം. അല്ലാത്തവർക്കൊന്നും യൂട്യൂബിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഭവമൊന്നുമല്ല. ആളുകൾക്ക് തോന്നും യൂട്യൂബ് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. ഒട്ടും എളുപ്പമില്ലാത്ത പരിപാടിയാണ് എന്ത് യൂട്യൂബ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. അപ്പോൾ പോസിറ്റീവ് വരുമ്പോൾ സന്തോഷമാണ്, നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ വിഷമമൊക്കെ വരും. കുറേ വിഷമമൊക്കെ വരും, ഭയങ്കരമായിട്ട് ഫീലാവും. അപ്പോൾ നമ്മളതിനൊക്കെ അതിജീവിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബേഴ്സ് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. സ്വയം മോട്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലൊക്കെ മോട്ടിവേഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ അവിടെ തീർന്നു പോകും. മോട്ടിവേഷൻ തീർന്നു പോയി കഴിഞ്ഞാൽ ആ ചാനലും അതോടെ തീർന്നു പോകും. ഇപ്പോൾ കുറേ പേരൊക്കെ എന്തുണ്ട്, വീഡിയോ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ കയറാണ്ടാവുമ്പോ തളർന്നിട്ട് യൂട്യൂബിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോ ഇടും. ആദ്യം ചിലപ്പോൾ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യൂവേഴ്സിലുണ്ടാകുമ്പോൾ കുറച്ച് പേര്, പിന്നെ അതിൻ്റെ എണ്ണം കുറഞ്ഞ് പിന്നെ കുറേ വർഷത്തിലൊരിക്കലേക്ക് ഒരു വീഡിയോ ചെയ്യുക. അങ്ങനെ എന്തോ അതങ്ങനെ തീർന്നു പോകും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ എത്രത്തോളം ഇടണോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക കയറി വരിക. പിന്നെന്ന് പറഞ്ഞാൽ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ നിർത്താൻ പാടുള്ളൂ. അങ്ങനെ നിർത്തണതിനെ കുറച്ചും കൂടി ചിന്തിക്കാനേ പാടില്ല. അതാണ് യൂട്യൂബിൽ മോട്ടിവേഷൻ. ഒരു പ്രമുഖനായിട്ടൊരു വ്യക്തി പറഞ്ഞു, യൂട്യൂബിൽ മോട്ടിവേഷൻ ഇല്ലാണ്ടൊന്നും നടക്കില്ല. സ്വയം മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസോ ഫിലിംസോ ഒക്കെ കണ്ടിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എൻ്റെ മക്കളും അങ്ങനെ കണ്ടിരിക്കും. അങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളോട് തന്നെ പലരും പറയുന്നത്, എന്തിനാ ഈ പരിപാടിക്കൊക്കെ നിൽക്കണം, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ. പക്ഷെ എന്ന് പറഞ്ഞാണല്ലോ, ഒരു വീഡിയോ നമ്മൾ എടുത്ത് ചെയ്തിട്ട് അതിന് ലൈക്കും കമന്റൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ, അത് വേറെ സാധനം. അതിപ്പോ നമ്മളിപ്പോ വേറെ എന്ത് ചെയ്താലും കിട്ടില്ലേ. കുറെ പേർക്കെന്ന് പറഞ്ഞാൽ ഉപജീവനമാർഗമാണ്. അതേപോലെ തന്നെ ഒരു റൂമില് കണ്ടുന്നടാ, ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കൂടണം പലരിനും ലോകത്തിന്റെ വെളിച്ചിലേക്ക് കൊണ്ടുവരുന്നതും. പിന്നെ പറഞ്ഞാൽ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആണെന്നൊക്കെ ഈ പറയുന്ന യൂട്യൂബിൽ നിന്നാണ്. ഇപ്പോൾ
ഞാൻ കുറ്റമായിട്ട് പറയല്ല. ഇപ്പോൾ കുറച്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് വേറെ പുറത്ത് പോയിട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ അവർ ചിലരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് അവരുടെ വീഡിയോ ഒരുപാട് കാണുന്നുണ്ട്. അതൊക്കെ അവർക്ക് കിട്ടുന്ന സന്തോഷമില്ലേ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന അംഗവൈകല്യമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് സഹതാപമൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും സഹതാപം എന്ന് പറഞ്ഞ സാധനം ആഗ്രഹിക്കണില്ല. പിന്നെയും നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് സഹതാപം ആഗ്രഹിച്ച് നടക്കുന്നത്. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് പറഞ്ഞാൽ സഹതാപമല്ല, അവർക്ക് വേണ്ടത് സാധാരണ ആൾക്കാരെ പോലെ ആൾക്കാരുടെ ലെവലിലേക്ക് ഉയരണമെന്നാണ് അവരുടെ ആഗ്രഹം. ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. അവരെന്നൊക്കെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരെന്നൊക്കെ ഹൈലി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തിനെ പറ്റുന്നുണ്ട്, ഈ വീഡിയോയ്ക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ നല്ല മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ അവർക്ക് വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് സ്വയമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ ഇല്ല, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ് അവർക്ക് കൊടുക്കുന്നത്. അതേപോലെ ഓട്ടിസം ബാധിച്ച ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ ഒരു റിലേറ്റീവ് എന്തുണ്ട്, ആളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആള് ഒരുപാട് പേരിലേക്ക് എത്തുന്നു. ആ കാര്യം ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് അതിനകത്ത് എന്തുണ്ട്, ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ട് അവർ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർണോസൻ ആദ്യം ഒന്നും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ല, ഒരു ദിവസം ഒറ്റയ്ക്കാണ് എന്ത് ചെയ്തത്, നമ്മുടെ വ്ളോഗ് ചെയ്തത്. അതിൽ അവൻ എന്തോരം സന്തോഷം എന്നറിയാം. അതാണ് ഇങ്ങനെ ചാടി ചാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എനർജി കൂടിയിട്ട് ഇപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോസ് കൊടുത്തിട്ട് ഇരിക്കുന്നത്. അത് കാരണമാണ് ഇപ്പോൾ അർണസ് ഡോസ് പറഞ്ഞിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ചാടി ചാടി നടക്കും. വീടിൻ്റെ ഉള്ളിലൊക്കെ ചാടി നടക്കാനുള്ള കാരണം എന്താണ്, ഈ വീഡിയോ പിടിക്കുന്നവരാണ്. അല്ലെങ്കിൽ എന്താണ്, അവൻ സാധാരണ പോലെ ഇരുന്നിരുന്നത്. അപ്പോൾ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ യൂട്യൂബിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ യൂട്യൂബിന് എന്തുണ്ട്, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ശരിയായിട്ട് നമ്മൾ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഹൈലി മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനർജി കുറവുള്ളവരനൊക്കെ എന്ത് ചെയ്യുക, വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ അവരുടെ എനർജി കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ സാധാരണ നമുക്ക് കുറേ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഒരിക്കലും പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ പറഞ്ഞാലും അതിന് ദൂരം എത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ യൂട്യൂബ് അതിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാം നമ്മുടെ ആശയങ്ങൾ. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ അതേ വ്യൂ അല്ലെങ്കിൽ അതേ മൈൻഡായിട്ടിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളെ സാധാരണ അങ്ങനെ കൂട്ടുകൾ നമ്മുടെ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ താല്പര്യമുള്ള വിഷയങ്ങളെ കണക്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് കൂട്ടുകൂടുക. അപ്പോൾ യൂട്യൂബിൽ അങ്ങനെയാണ്, നമ്മളായിട്ട് താല്പര്യമാവുന്ന ആൾക്കാരായിട്ട് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് കണക്ട് ആകുമ്പോൾ നമ്മുടെ ആശയങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യാം, മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബിന് ഒരുപാട് എന്തുണ്ട്, അഡ്വാൻറ്റേജുകൾ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നല്ല വശം മാത്രമായിട്ട് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മോട്ടിവേറ്റ് ആവുക, സാധിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ തുടങ്ങുക, നന്നായിട്ട് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു മൊബൈലൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇവർക്കൊക്കെ ഇതേപോലെ പിള്ളേരൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് എനർജി കൂട്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ അവർ പാട്ട് പാടാനും അവർ കഥ പറയാനൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഉപയോഗിക്കുക. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അവരുടെ താല്പര്യം വളർത്താൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന യൂട്യൂബിൽ നമുക്ക് സഹായം ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ നമുക്ക് ചെയ്യാം. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ പോയിട്ട് തപ്പെടുക്കേണ്ടി വരും. പിന്നെ ഹാർഡ് ഡിസ്കൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആയി പോകും. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഡാറ്റ അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് ഈ യൂട്യൂബിന്. ഓക്കെ, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സൂപ്പറാണ് യൂട്യൂബ്. പരമാവധി എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ വൈറലായിട്ട് പോകും. ഇപ്പോൾ ഒരു ചേച്ചി ഉണ്ടാകും, ചേച്ചിക്ക് ചെറിയ കുട്ടി ഉണ്ടാകും. ആ കുട്ടിയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിടാറുണ്ട്. വെറുതെ ആ കുട്ടി കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ വെറുതെ വീഡിയോസ് എടുത്തിട്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ ക്ലിക്കായി, അത് ഭയങ്കരമായിട്ട് കയറിപ്പോയി. 4 മില്യൺസ് 10 മില്യൺസ് ഒക്കെ ആൾക്കാർ അത് കണ്ടു. പിന്നെയാണ് അറിയുന്നത് അവളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, ചില ആളുകൾക്ക് താല്പര്യമാവുക. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളാ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും നമ്മളാ 10 മില്യൺ അടിക്കുന്ന വീഡിയോ എടുക്കുന്ന വിശ്വാസത്തിൽ അങ്ങോട്ട് എടുക്കുക. നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ചെയ്യുക. നമ്മൾ എന്തായാലും വിചാരിച്ചിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഒരുപാട് മെച്ചം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്
നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പരമാവധി എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക. പിന്നെ നമ്മുടെ അർണോസ് പുറത്ത് പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. കിഡിലും പടം എന്ന് പറഞ്ഞാൽ കിഡിലും പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. പ്രൊഫഷണല് പെയിന്റ് അടിക്കാർ പോലും ഇങ്ങനെ പെയിന്റ് അടിക്കില്ല. ആ ലെവലൊക്കെയാണ് അവൻ കളർ കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുത്തരാം, 2 മിനിറ്റ് കാണിച്ചു കൊടുക്കുക അവർക്ക്. അർണോസ് വരച്ച കളർ അടുത്ത് പോയി കാണിച്ച് ആൻഡ്രോസ് പോയി നോക്കിയാൽ അതിൽ കിട്ടുന്നത് ശരിക്ക് അർണോസ് ചേട്ടൻ്റെ പടം കിട്ടുന്നത് നോക്ക്. കാലക്കം പടമാണ്, സൂപ്പറായിട്ടില്ലേ? സൂപ്പർ പടമാണ്. അർണോസ് സ്വന്തം ഐഡിയയില് വരച്ച് കളർ കൊടുത്തതാണ്. അതിൽ ജനലും അതിലൊക്കെ കളർ കൊടുക്കുന്നത് നമ്മുടെ അർണോസ് മോനാണ്. അത്രയും ക്രിയേറ്റിവിറ്റി ആണല്ലോ ഉണർന്നത്. അല്ലെങ്കിൽ സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കളർ ഏത് കളറാ, പച്ച, ചോപ്പ, മഞ്ഞ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഇതൊന്നുമില്ല, സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് സ്കെയിലും പെൻസിലും എടുത്ത് നമ്മുടെ അർണോസ് മോൻ വരച്ച പടമാണ്. ഒന്നുകൂടി കാണിച്ചാൽ ആൻഡ്രോസ് എന്താ ചെയ്യണം, കൈ മാറ്റി ആൻഡ്രോസെ, കൈ മാറ്റി. ഇതാണ് നമ്മുടെ അർണോസ് വരച്ച കിഡിലം പടം, കിഡിലോസ്കി പടം. കണ്ട കളറുകൾ കണ്ട, എല്ലാം ആൻഡ്രോസ്, എല്ലാം അർണോസ് മോൻ വരച്ചതാണ്. വീട് വരച്ചതും കളർ കൊടുത്തതും ഒക്കെ അർണോസ്. വാ. അപ്പോൾ നമ്മുടെ അർണോസ് മോൻ്റെ പടത്തോടുകൂടി നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബായ്. ഓരോരുത്തരും നേരത്തെ പോയി തുടങ്ങി. ബായ് പറയേ. ബൈ.